ഇടുക്കി പീരുമേട് ടൗണിനടുത്തും ജനവാസ മേഖലയിലെയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനംവകുപ്പ്. ടൗണിൽ ബീവറേജ് ഷോപ്പിന് സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് പുലി എത്തിയത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. മേഖലയിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. പീരുമേട് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങി എത്തുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി പീരുമേട് ടൗണിൽ ജനവാസ മേഖലയിലാണ് പുലി എത്തിയത്. രാത്രി പുലിയുടേതെന്ന് തോന്നിക്കുന്ന ശബ്ദം കേട്ട് പ്രദേശവാസികൾ പരിസരത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടില്ല. പിന്നീട് വിവരം വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് RRT ടീം, മുറിഞ്ഞപ്പുഴ ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ, പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തിയപ്പോഴാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. രാവിലെ വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് പൊതുവെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിൽ നിന്നുള്ള സ്റ്റാഫുകളും RRT ടീമും സ്ഥലത്തെത്തിയിരുന്നു. അവർ പ്രാഥമികമായി നോക്കിയപ്പോൾ കാൽപ്പാടുകൾ കണ്ടിട്ട് പറഞ്ഞത് പുലിയുടേതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനവാസം ഉള്ള നല്ല രീതിയിൽ ജനവാസമുള്ള മേഖലയാണ്. അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കണമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും ആളുകൾ വലിയ ആശങ്കയിലാണ്. വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇക്കാര്യത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. രാത്രി മേഖലയിലെത്തിയത് പുലി തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പീരുമേട് തോട്ടാപുരയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ പുലിയെത്തി. വളർത്തുനായയെ പുലി കൊല്ലുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയും PWD റെസ്റ്റ് ഹൌസിന് സമീപം പുലിയെ കണ്ടിരുന്നു. ഒരു പുലി ഉദ്ദേശം എൻ്റെ ഇത്രയും പൊക്കം ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു. ആ സൈഡ് വഴി വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഫോറസ്റ്റിലെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് വനംവകുപ്പ്. പുലിയെ കൂടാതെ ആന, കരടി, കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യവും പ്രദേശത്തെ ജനവാസ മേഖലകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.